നമസ്കാരം. വാസ്തുശാസ്ത്രം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വാസ്തുശാസ്ത്രത്തിൽ ഗൃഹരൂപകൽപ്പനകളിൽ ഗൃഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ആ ദർശനം എന്ന് പറയുന്നത് തന്നെ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണെങ്കിലും ആ ഭൂമിയിൽ 4 മഹാദിക്കുകളും 4 വിദിക്കുകളുമായിട്ടുള്ള 8 ദിശകളുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിൽ തന്നെ 4 മഹാദിക്കുകൾ എന്ന് പറയുമ്പോൾ കൃത്യമായ ദിശകൾ, കൃത്യമായ കിഴക്ക്, കൃത്യമായ തെക്ക്, കൃത്യമായ പടിഞ്ഞാറ്, കൃത്യമായ വടക്ക് എന്ന് പറയുന്ന 4 പ്രധാനപ്പെട്ട മഹാദിക്കുകളും അതുപോലെ തന്നെ 4 വിദിക്കുകളും. വിദിക്കുകൾ എന്ന് പറയുമ്പോൾ കോൺ തിരിഞ്ഞിരിക്കുന്ന ഡയറക്ഷൻസ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തെക്ക് കിഴക്കേ മൂല, തെക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് കിഴക്കേ മൂല തുടങ്ങിയ 4 കോൺ തിരിഞ്ഞിരിക്കുന്ന ദിശകളും. ഇതിൽ 4 കോൺ തിരിഞ്ഞിരിക്കുന്ന ദിശകളിലേക്ക് ദർശനമായ ഗൃഹങ്ങൾ ഉത്തമങ്ങളല്ല എന്നും, അല്ലെങ്കിൽ കോൺ തിരിഞ്ഞിരിക്കുന്ന ഡയറക്ഷനുകളിലേക്ക് മുഖമായ ഗൃഹങ്ങൾ രൂപകൽപ്പന ചെയ്യുകയോ നിർമ്മിക്കുകയോ ചെയ്യുന്നത് അധമമാണ് എന്നാണ് ശാസ്ത്ര സൂചനകളിലുള്ളത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ 4 പ്രധാനപ്പെട്ട മഹാദിക്കുകളായ ദിശകളിലേക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് തുടങ്ങിയ ദിശകളിലേക്ക് മുഖമായ ഗൃഹങ്ങൾ ഉത്തമങ്ങളായി നിർമ്മിക്കാവുന്നതാണ്. ഇനി 4 വിദിക്കിലേക്ക് ദർശനമായ ഗൃഹങ്ങൾ എന്തുകൊണ്ടാണ് ശാസ്ത്രത്തിൽ പാടില്ല എന്ന് പറയുന്നത് എന്ന് നോക്കാം. അതായത് കോൺ തിരിഞ്ഞിരിക്കുന്ന ഡയറക്ഷൻസ് എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ദിശ അല്ലെങ്കിൽ ഭൂമിയുടെ ചലനം എന്ന് പറയുന്നത് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറ് ദിശയെയും കൃത്യമായ തെക്ക് വടക്ക് ദിശയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭൂമി കൃത്യമായ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ദിവസത്തിൽ ഒരു തവണയും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിയുടെ ചലനദിശയ്ക്ക് സമാന്തരമായി ഗൃഹം വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അതിന് പാരലലായി ഗൃഹം വയ്ക്കുമ്പോഴാണ് ആ ഗൃഹത്തിൽ നമുക്ക് കൂടുതൽ കാലം വസിക്കാനും ഒക്കെ സാധ്യമാകുന്നത് എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വാഹനം ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു ആ ദിശയിലേക്ക് മുഖമായി ഇരുന്ന് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ദൂരം, കൂടുതൽ നേരം വാഹനത്തിൽ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലായതുകൊണ്ടും കൃത്യമായ തെക്ക് വടക്ക് ദിശ എന്നുള്ള തെക്ക് വടക്ക് ദിശയിലും ഉള്ളതുകൊണ്ട് ഈ 2 ദിശകൾ അല്ലെങ്കിൽ 4 ദിശകളെ അടിസ്ഥാനപ്പെടുത്തുന്ന 2 ഡയറക്ഷൻസ്, ഈ ദിശകളിലേക്ക് മുഖമായി ഗൃഹങ്ങൾ നിർമ്മിച്ചാൽ അങ്ങനെയുള്ള ഗൃഹങ്ങളിൽ കൂടുതൽ കാലം വസിക്കാൻ സാധിക്കും എന്നുള്ള ഒരു താല്പര്യമാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് വാസ്തുശാസ്ത്ര തത്വം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ കോൺ തിരിഞ്ഞിരിക്കുന്ന റോഡുകളിലേക്ക് മുഖമായി ഗൃഹങ്ങൾ നിർമ്മിക്കുന്നത് ഒഴിവാക്കി കൃത്യമായ നമുക്ക് ലഭിക്കുന്ന ഭൂമിയിൽ ദിശ വടക്ക് നോക്കി യന്ത്രം വെച്ച് കൃത്യമായ കിഴക്ക് പടിഞ്ഞാറും തെക്ക് വടക്കും പരിശോധിക്കുകയും ആ ദിശയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി, റോഡുകളെ അടിസ്ഥാനപ്പെടുത്താതെ ആ ദിശകളെ അടിസ്ഥാനപ്പെടുത്തി ഗൃഹം വയ്ക്കുന്നതുമാണ് നല്ലത് എന്നും എല്ലാവരുടെയും അറിവിലേക്കായി പറയുന്നു. വാസ്തുശാസ്ത്രം എന്നുള്ള വിഷയത്തിൽ പുതിയ ഒരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.